എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയോട് ഒരു പറ്റം ആളുകൾ വന്ന് പറയുകയാണ്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക, കാരണം എന്താണ്, ഹെറോദോസ് നിന്നെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഈശോയുടെ നേരെ ഉണ്ടായിരുന്ന ഒരു വധഭീഷണിയെ കുറിച്ച് ഈശോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈശോ എന്താണ് പറയുന്നത്? ഈശോ പേടിച്ചു പോകാതെ ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയണം, ഞാൻ ഇന്നും നാളെയും എൻ്റെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യും, മറ്റന്നാൾ ഞാനത് പൂർത്തിയാക്കും. അല്ലെ, അത് കാരണം നിങ്ങൾ ആ കുറുക്കനോട് പറയണം, നിങ്ങൾ ഇന്നും നാളെ ഞാൻ എൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ അവനോട് ചെന്ന് പറയണം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ ജെറുസലേമിനെ നോക്കി വിലപിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായിട്ടത്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്ന്, അതായത് ദൈവത്തിന്റെ പദ്ധതികളെ മനുഷ്യനെ തകടി മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെ, ഈശോയെ കുറിച്ച് പറയുകയാണ്, ഈശോയെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു ദൗത്യമുണ്ട്, ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ ദൗത്യങ്ങളെ നമുക്ക് മനുഷ്യബുദ്ധി കൊണ്ട് തകിടം മറിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട്, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ എനിക്ക് മാനുഷിക ബുദ്ധി വെച്ചിട്ട് തകിടം മറയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈശോ ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നുണ്ട്. എന്തിനാണ് വിലപിക്കുന്നത്? ഈശോ പറയുകയാണ്, ജെറുസലേമെ, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, നിന്നെ കുറിച്ച് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ്? നിന്നെ രക്ഷയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു, എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ നീ അതിനെ സമ്മതിച്ചില്ലെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ കുറിച്ച് മനോഹരമായ പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ കൂടി സഹകരണം വേണമെന്ന് ഈശോ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.